അതിൽ ഹിന്ദു മതമെന്നോ മുസ്ലിം മതമെന്നോ അല്ലെ ക്രിസ്ത്യാനി മതമെന്നോ ഒന്നും തന്നെ ഇല്ല. കുട്ടികളല്ലേ ഞങ്ങള്. മറ്റുള്ള മതങ്ങളെയും കൂടെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൂടെ ഒരു സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞാൽ തന്നെ ലോകം നന്നാവുമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഒരു ചെറിയ ഒരു പ്രസംഗത്തിലൂടെ ഐഷ നൽകിയിരിക്കുന്നത്. ഐഷ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ പലരും കണ്ടിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും എന്തായാലും ഐഷ ആനഡിയിൽ എന്നാണ് അറിയപ്പെടുന്നത്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ആ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പലരെയും, അതായത് മുതിർന്ന ആളുകളെ പോലും ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഐഷയുടെ സംസാരം. എങ്ങനെയായിരുന്നു അത്തരത്തിൽ? കാര്യം സെൻറ് റീത്ത സ്കൂളിൽ ഒരു വിഷയം നടന്നു, അതിൻ്റെ തൊട്ടടുത്ത ദിവസം അവിടേക്ക് പോകുമ്പോൾ സ്വയം തോന്നി പറഞ്ഞതാണോ അങ്ങനെ? അത് ആ കാര്യം പറയണമെന്ന് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് മറന്നുപോയി. ശരിക്കും പ്രസംഗം പറഞ്ഞതിന് ശേഷം, നന്ദിയും പറഞ്ഞതിന് ശേഷം ഞാൻ ഓർക്കുന്നത് അത് ബിന്ദു മേഡം എണ്ണീറ്റ് എന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഞാൻ എളുപ്പം ഓർക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശരിക്കും അത് പറഞ്ഞത്. അതിനു മുമ്പ് ഞാൻ മറന്നുപോയി. ഇല്ല, നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഒരു കുട്ടി ഒരു തട്ടമിട്ട് വരുമ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ അപ്പോൾ അത് മോൾക്കും ഉള്ളൊരു വിഷമം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നിയതല്ലേ? അത് ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ. അപ്പം എന്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരിക്ക് തല മറിച്ചതിന്റെ പേര് അല്ലെ തട്ടയിട്ടതിന്റെ പേരിൽ പഠനം നിശ്ചയിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്കെന്താ പ്രതികരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞാണ്. പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ പറയാവോ? അവിടെ ശരിക്കും തട്ടമിട്ട ആരെയും ഞാൻ കണ്ടില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞാണ്. തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാര് ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരി. ഓക്കെ, ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുമോ? ഞാൻ ഈ തട്ട് ഇട്ടപ്പോ നിങ്ങൾക്ക് വല്ല പേടിയോ എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പ്രസംഗിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു ഇത്തിരി ദയ മതി. മറ്റുള്ള മതം അവര് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ. ഒരിത്തിരി ദയ മതി. മറ്റുള്ള മതങ്ങളെയും കൂടി റെസ്പെക്ട് ചെയ്യുക, അത്ര മതി. ലോകം നന്നായിക്കോളും. ഈ ഒരു ലോകം നന്നാക്കാൻ പലരും ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു സിമ്പിളായിട്ട് അതങ്ങ് പറയുകയാണ്. മോക്ക് എങ്ങനെയാ ഈ പ്രസംഗം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യമായി തുടങ്ങിയത്? അത് ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ അഭിഷാദ് ഗുരുവായൂർ സാർ എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറെ അനുകരിച്ചാണ് ആദ്യം തുടങ്ങിയത്. അപ്പം അതിലൂടെയാണ് ഞാൻ ശരിക്കും വൈറലായത്. അപ്പം അഭിഷാദ് ഗുരുവായൂർ സാർ എന്നെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പൊളിച്ചേക്കാണ്. ആ വസ്തു വിറ്റ് ആ വീട് പൊളിച്ച്. അപ്പം ശരിക്കും വന്ന കാര്യം ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. ശരിക്കും അത് വന്നെന്ന് ചുമ്മാ സ്വപ്നം കണ്ടാണെന്ന് തോന്നിപ്പോവും. അങ്ങനെയായിരുന്നു. അപ്പം ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് ലിബാസിലൊരു പ്രോഗ്രാമിലാണ്. അതിവിടെ തന്നെയാണ്, ആഞ്ഞിലിമൂടിൽ ഒരു ഡ്രസ് കട. അവിടെ എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ആദ്യം. അങ്ങനെ അങ്ങ് വൈറലായി. ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ പൂർണ്ണ പിന്തുണ ഈ ഐഷ മോൾക്ക് പൂർണ്ണ പിന്തുണയായിട്ട് കുടുംബക്കാർ മൊത്തമുണ്ട്. എല്ലാവരും, അതായത് വാപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, മറ്റു സഹോദരങ്ങളുടെ മക്കളെല്ലാം ചെയ്യുന്നുണ്ട്. വാപ്പയോട് ചോദിക്കാം. അപ്പോൾ മോൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. തീർച്ചയായിട്ടും വളർന്നു വരുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അവർ ഈ ചുറ്റുപാട് നിരീക്ഷിക്കുന്നുണ്ട്, കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇരിങ്ങാലക്കുട പ്രസംഗത്തിന് പോകുന്നതിന് മുമ്പ് ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഭിന്നശേഷിക്കാരുടെ ഒരു കലോത്സവ വേദി. അപ്പോൾ അതിലേക്ക് മോളെ ക്ഷണിച്ചു. ആ പ്രോഗ്രാമിൽ അവൾ പോയി ഭിന്നശേഷിക്കാരെ കുറിച്ച് നന്നായിട്ട് സംസാരിച്ചു. ആ പ്രസംഗം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്വന്തം പേരിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രസംഗം കേട്ടിട്ടാണ് ഈ ഇരിങ്ങാലക്കുടന്ന് അവർ വിളിച്ചു. അവർ ശരിക്കും പറഞ്ഞാൽ പരിപാടിയൊക്കെ ഫിക്സ് ചെയ്ത് നോട്ടീസൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ പ്രശ്നം അവർ കേൾക്കാനിടയായി. അങ്ങനെ അവർ പറഞ്ഞ് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ പോയി അവിടെ. അപ്പം നമ്മൾ ഈ വിഷയം പെട്ടെന്ന് സ്പോട്ടിൽ നമ്മളെ കൊണ്ട് 4ാം ക്ലാസ് അത് ഒരു അത്ഭുതമൊന്നുമല്ല, സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് വിഷയം എന്നുള്ള ഞങ്ങൾ കൂടി ഒന്ന് ആലോചിക്കും. ഫാമിലി, ഞങ്ങൾ മക്കളും എല്ലാവരും ആലോചിച്ചിട്ട് എന്താണ് അവിടെ പറയേണ്ടതെന്ന് ആലോചിക്കും. അങ്ങനെ അന്നത്തെ അവിടെ വിഷയം മാനവികതയും മനുഷ്യ സ്നേഹമായിരുന്നു പറയേണ്ടത്. അങ്ങനെ അവളത് നന്നായിട്ട് അവതരിപ്പിച്ചു. അപ്പം ഞങ്ങൾ പരശുരാമിലാണ് പോയത് രാവിലത്തെ. അപ്പോൾ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ ഇപ്പം ഈ വിഷയം ചർച്ച ആണല്ലോ, പറ്റുമെങ്കിൽ നീ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൾ ശരിക്കും മറന്നുപോയി. ഈ പറഞ്ഞ പോലെ ആ വീഡിയോ കാണുമ്പോൾ അറിയാം.
ഇവള് പ്രസംഗിച്ചു കഴിഞ്ഞ് നന്ദിയെല്ലാം പറഞ്ഞിട്ട് മന്ത്രി എഴുന്നേറ്റ് ഇവളെ അഭിനന്ദിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവള് പോയിട്ട് 1 മിനിറ്റ് വേണം, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം അവിടെ പറയുന്നത്. തട്ടമിട്ട് അത് വലുതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അത് ഇത്രയും വൈറലാവുമെന്നോ ചാനലേറ്റിട്ട് നമ്മൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അതെന്തോ അങ്ങനെ ആയിപ്പോയി. ഇതിനു മുമ്പ് ഉള്ളത് നമ്മുടെ തേവലക്കര സ്കൂളിൽ പ്രസംഗം നടത്താൻ നമ്മൾ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗം ഒരു 2 ഡയലോഗ് ഒന്ന് പറഞ്ഞു. എന്തായിരുന്നു അത്? 2 ഓക്സിജനും 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേരുമ്പോൾ വെള്ളമാണെന്ന് പഠിപ്പിക്കുന്നതിന്റെ കൂടെ ആ വെള്ളം ദാഹിക്കുന്നവന് കൊടുക്കാനുള്ളതാണെന്ന് കൂടി പഠിപ്പിക്കണം. അല്ല, എനിക്ക് മോളുടെ ഈ പലതൊക്കെ കാണുമ്പോൾ എല്ലാം ഈ പലരും പഠിപ്പിച്ച് പഠിക്കുന്ന രീതിയിലാണല്ലോ. പക്ഷെ മോൾ അങ്ങനെയല്ല. മോള് റെലവെന്റ് ആയിട്ടുള്ള എന്താണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ അത് സ്വയം പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രിപ്പറേഷന്റെ ഒരു ബലം തന്നെയാണോ? അച്ഛൻ തന്നെയാണോ ഒരു മോട്ടിവേഷൻ? ഞാൻ മോട്ടിവേഷൻ കൊടുക്കുമെങ്കിൽ നമ്മൾ വിഷയം ഈ കണ്ടന്റ് കൊടുക്കത്തുള്ളൂ, ഇന്നാണ് ഇന്ന പോയിന്റ്. പക്ഷെ അത് അവളുടെ ശൈലി അവൾ അവതരിപ്പിക്കും. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കണ്ടു വായിക്കാൻ ഒരു പ്രസംഗം കൊടുക്കും. ഇന്നലെ നമ്മൾ പെട്ടെന്ന് പോയതുകൊണ്ട് ഇവിടെ ഒരു റോഡ് സേഫ്റ്റി പ്രോഗ്രാമാണ് സ്കൂളിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എഴുതി കൊടുക്കേണ്ടി വന്നു. പക്ഷെ നോട്ട് നോക്കിയാണ് വായിച്ചത്. വായിക്കുമ്പോൾ പോലും അവളുടെ ഒരു ശൈലിയിലാണ് അവതരിപ്പിക്കുന്നത്. അത് അവൾക്കൊരു ശൈലി ഉണ്ട് അതിന്റെ അവതരിപ്പിക്കാനുള്ള, അതുള്ള അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. എന്നാലും പ്രസംഗത്തിലൊക്കെ മിടുക്കുകയാണ്. സഹോദരങ്ങളോട് നമുക്കൊന്ന് ചോദിക്കാം, പഠിക്കാനൊക്കെ എങ്ങനെ, അലുമ്പാണോ? അല്ല, നല്ലോണം പഠിക്കും. എല്ലാം ഒരുമിച്ച് നല്ലോണം ചെയ്തു. ക്ലാസ് ഫസ്റ്റ് ഒക്കെയാണ്. ചിലപ്പോഴൊക്കെ തല്ല കൂടും. ഇവരിൽ ആരാണ് ആരുമായിട്ടോ കൂടുതൽ തല്ലൂടാറുള്ളത്? കേട്ടാണ്. എന്തായാലും വലിയ സന്ദേശങ്ങളൊക്കെ പകർന്ന് നൽകി. നമുക്കിപ്പോൾ എന്തായാലും മീഡിയ ഓണിലൂടെ കാണുന്ന ആളുകളോട് എന്താണ് ഈ മോൾക്ക് പറയാനുള്ളതെന്നൊന്നുകൂടെ കേൾക്കാം. കാര്യം ഒത്തിരി വിഷയങ്ങളുണ്ട് മോളെ. ഈ തട്ടം വിഷയം തന്നെ ഒത്തിരി ആളുകൾ കാണുകയാണ്. എന്താണ് മോൾക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? അതായത് തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിശ്ചയിച്ചെന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ എൻ്റെ സ്കൂളിലാണെങ്കിൽ തട്ടമിട്ടോണ്ട് വരുന്നവരുണ്ട്, തട്ടമിടാതെ വരുന്നവരുണ്ട്. ഞാൻ തട്ടമിടാതാണ് പോകുന്നത്. അപ്പം തട്ടം ഇട്ടുകൊണ്ട് വരുന്നവരും തട്ടം ഇടാതെ വരുന്നവരും ഉണ്ട്. അതുപോലെ പൊട്ടിട്ടുകൊണ്ട് വരുന്ന, കുറി ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട്, കൊന്ത ഇട്ടുകൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ കൂട്ടുവിടും. അത് നമുക്ക് മതമോ ഒന്നും നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. ഞങ്ങൾ കുട്ടികളല്ലേ. അതിൽ ഹിന്ദു മതമെന്നോ മുസ്ലിം മതമെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി മതമെന്നോ ഒന്നും തന്നെ ഇല്ല. കുട്ടികളല്ലേ ഞങ്ങള്, മനുഷ്യരായിട്ട് ജീവിക്കുക. അതന്നെ. അതായത് നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ വലിയ ഒത്തിരി ആളുകൾ കാണുന്നുണ്ടാകാം. അവരൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്തകളാണ് ഐഷമോൾ പങ്കുവെക്കുന്നത്. അത്രയേ ഉള്ളൂ. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. ഐഷമോൾ പറഞ്ഞ സന്ദേശം ഒന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് കണക്ക് ഭൂമി മൊത്തം നന്മയുള്ളതായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.